എല്ലാ സുഹൃത്തുക്കൾക്കും റോയൽ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ന്യൂബോൺ ഡ്രസ്സ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ ഫ്രോക്ക് കേട്ടോ. അപ്പോൾ ഇത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഈ ഫ്രോക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരാൾ റിക്വസ്റ്റ് ചെയ്താണ്. അപ്പോൾ ഇത് കുറച്ച് വൈകി, ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തുണിയൊന്നും കിട്ടാത്തതുകൊണ്ട് ഇത് കുറച്ച് വൈകി പോയതാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടാണ് ഈ ഭാഗം വരുന്നത്. ഇതിൻ്റെ അടിഭാഗത്ത് പ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. ഷോൾഡറിൻ്റെ അവിടെ ഇതുപോലെ ഒരു വള്ളി വെച്ചിട്ടുണ്ട്. ചെറിയൊരു യോക്ക് ഇട്ട് കണ്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ബാക്ക് സൈഡിൽ ഇതുപോലെ ഒരു ബോം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ അത് കട്ട് ചെയ്തേക്കണമെന്ന് നോക്കാം. ഫസ്റ്റ് ഇത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് വളരെ സിമ്പിളാണ്. അപ്പോൾ അത് കട്ട് ചെയ്യേണ്ട ഒരു വീഡിയോ അല്ല, കട്ട് ചെയ്ത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതൊരു ക്രോസ് പീസാണ് കേട്ടോ. ഇതിൻ്റെ വീതി ഒരു 1.5 ഇഞ്ച് വീതിയാണ്. ഇതിൻ്റെ നീളം 12.5 ഇഞ്ച് കേട്ടോ. ഓക്കെ, അപ്പോൾ 12.5 ഇഞ്ച് നീളം, 1.5 ഇഞ്ച് വീതിയുള്ള ഒരു ക്രോസ് പീസ്. പിന്നെ ഇതേപോലത്തെ 2 സെയിം പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, ഒരേ വീതിയും ഒരേ നീളമുള്ള സെയിം 2 പീസ്. ഇതിൻ്റെ യോക്കാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ നീളം 10 ഇഞ്ചാണ്. അതായത് തുമ്പടക്കം 2 സൈഡിലും 1 ഇഞ്ച് തുമ്പ് വരുന്നുണ്ട്. ആ തുമ്പടക്കമാണ് 10 ഇഞ്ച്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അളവ് അടിച്ച് കഴിഞ്ഞാൽ 8 ഇഞ്ച് ഉണ്ടാവുള്ളൂ. അപ്പം 10 ഇഞ്ച് നീളം. ഇതിൻ്റെ വീതി വരുന്നത് 4 ഇഞ്ചാട്ടോ. 4 ഇഞ്ച് വീതിയുള്ള പീസ്. ഓക്കെ, ഈ മാർക്കിങ്ങില്ലേ, ഈ മാർക്കിങ്ങിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ അളവ് 8 ഇഞ്ച് ഉണ്ടാവുള്ളൂ. അടിച്ച് കഴിഞ്ഞാൽ 8 ഇഞ്ച്. യോക്കിൻ്റെ വീതി അടിഭാഗത്തും 8 ഇഞ്ചാണ് കേട്ടോ. യോക്കിൻ്റെ വീതിയാണ് അത്. തുമ്പടക്കാണ് 10 ഇഞ്ച് വരുന്നത്. എന്നിട്ട് ഇത് കറക്റ്റ് സെൻറ്ററിലൊരു വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിലൊരു മാർക്കിങ്, ആ മാർക്കിങ്ങിൽ നിന്ന് ഒരു 2.25 ഇഞ്ച് ഇപ്പുറത്തേക്ക് ഒരു മാർക്കിങ്. അതേപോലെ സെൻറ്ററിൽ നിന്ന് രണ്ടാമത്തെ സൈഡിലേക്കും ഒരു 2.25 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വെട്ടുകൾ നമ്മൾ അടിക്കാള വെട്ട്, സെൻറ്ററത്തെ വെട്ട്, ഒരു 2.25 ഇഞ്ച് 2 സൈഡിലേക്ക് വരെ മാർക്ക് ചെയ്ത് കണ്ട് വരെ വെട്ട് കൊടുത്തിട്ടുണ്ട്. ആ 2.25 ഇഞ്ചിലാണ് ആ ഷോൾഡറിൻ്റെ ഒരു വള്ളി വരുന്നത്. എന്നിട്ട് ഈ പീസ് ഉണ്ടല്ലോ, അതേ സെയിം 2 പീസ് വേറെയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ നെറ്റിൽ കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ അടിഭാഗത്തേക്ക് വരേണ്ട തുണിയാണിത്. ഇതും ഡബിളാണ്. സെയിം അളവിൽ 2 പീസ്. ഇതിൻ്റെ നീളം 20 ഇഞ്ചാണ്. 20 ഇഞ്ച് നീളം, 8 ഇഞ്ച് വീതിയുള്ള ഡബിൾ പീസ് 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് ഇതിൻ്റെ അടിഭാഗത്തേക്ക് ബോട്ടത്തും ഒരു പ്ലീറ്റ് ഇടാൻ ഒരു 1 ഇഞ്ച് വീതിയിൽ കുറച്ച് തുണി ഇതുപോലെ ഈ നെറ്റ് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത ഫ്രോക്കിൻ്റെ ലെങ്ത്ത് 13.5 ഇഞ്ച്. ഇതിൻ്റെ ചെസ്റ്റിൻ്റെ വീതി 8 ഇഞ്ച്. അടിഭാഗത്തും 8 ഇഞ്ച്. ഈ വള്ളി വരേണ്ട 2.5 ഇഞ്ച്. ഈ യോക്കിൻ്റെ ഈ പീസ് വരേണ്ട 3 ഇഞ്ച്. അടിയത്തെ ഈ പീസ് വരേണ്ടത് 7 ഇഞ്ച് കേട്ടോ. അങ്ങനെ ടോട്ടൽ 13.5 ഇഞ്ചാണ്. 13 ഇഞ്ചാണ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇനി ഈ പീസ് എടുക്കുക. നമ്മൾ ആ ഷോൾഡർ മട്ട ആ വള്ളി ഉണ്ടല്ലോ, ആ ക്രോസ് പീസാണിത്. 1.5 ഇഞ്ചിൽ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ പീസ് ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഇതുപോലെ അടിക്കുക. ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഫുള്ളായിട്ട് അത് അടിക്കുക. ഇതാകെ ഈ പീസിൻ്റെ ലെങ്ത്ത് 12.5 ഇഞ്ചുള്ളൂ. ഇത് 2 ഷോൾഡറും 2 വള്ളിയും ഇതന്നെ മതി. എന്നിട്ട് ഇത് മറിക്കുകയാണ് കേട്ടോ. അതുപോലെ 1/4 ഇഞ്ച് വീതിയിൽ അടിച്ചിട്ട് ഇത് മറിക്കുകയാണ്. സ്ക്രൂ ഡ്രൈവറോ കമ്പി എന്തെങ്കിലും ഉപയോഗിച്ച് കൊണ്ട് ഇതുപോലെ അത് അപ്പുറം മറിക്കുക കേട്ടോ. ഓക്കെ, ഇതേപോലെ അതിൻ്റെ ഉള്ളിൽ കൂടെ കുത്തിയെടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ തല പിടിച്ച് വലിച്ചാൽ മതി. ഇതുപോലെ വലിച്ച് ഞാൻ ആ പീസ് മറിച്ചിട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഇതായിരുന്നത് 12.5 ഇഞ്ചാണ്. ഓക്കെ, ആ 12 ഇഞ്ചിൽ എടുത്തു. എന്നിട്ട് അത് സെൻറ്റർ കട്ട് ചെയ്യാണ്. ഞാനത് 2 പീസാക്കിട്ടോ. ഇനി അടുത്തത് ഈ ചെസ്റ്റിൻ്റെ പീസ് എടുക്കുകയാണ്. യോക്കിൻ്റെ ഈ പീസ് ഇതുപോലെ വെക്കുക. ഈ 2 പീസും ഇങ്ങനെ ചേർത്ത് വെക്കുക. വെച്ചിട്ട് ഈ ഷോൾഡറിൻ്റെ ഈ കയറുണ്ടല്ലോ, ഈ കയറ് ഇവിടെ വെക്കുക. ഒന്നുകൂടിയും വെക്കുക. അതായത് ആ സെൻറ്ററിൽ നിന്ന് 2.25 ഇഞ്ച്
അങ്ങോട്ടും ഒരു വെട്ടിട്ടിട്ടുണ്ട്, 2.25 ഇഞ്ച് ഇങ്ങോട്ടും ഒരു മാർക്കിംഗ് ഉണ്ട്. ആ 2 മാർക്കിങ്ങിലും വെക്കട്ടോ. അടിച്ച് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലാണ് വെക്കേണ്ടത്. 2 പീസും ഒപ്പം വെച്ചിട്ടാണ് ഇങ്ങനെ അടിക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ആ വെട്ടുമ്പോൾ കണക്കാക്കിയിട്ട് വെക്കുക. ഇതുപോലെ ഫസ്റ്റത്തെ ആ വെട്ട് വന്നു, ആ വെട്ടുമ്പോൾ ആ വള്ളി കറക്റ്റായിട്ട് ആ വെട്ടിൽ തന്നെ കറക്റ്റായിട്ട് വെച്ച് എന്നിട്ട് ഇങ്ങനെ അടിച്ച് പോരുക. പോന്നിട്ട് സെൻറ്റർ കഴിഞ്ഞു. എന്നിട്ട് രണ്ടാമത്തെ വെട്ടുണ്ടല്ലോ ആ മാർക്കിങ്ങിനും അതേപോലെ തന്നെ ആ ഷോൾഡറിൻ്റെ ആ കയർ അവിടെ വെക്കുക. ഉള്ളിലാണ് വെക്കേണ്ടത്, 2 പീസിൻ്റെയും ഇടയിലാണ് വെക്കേണ്ടത് കേട്ടോ. എന്നിട്ടിങ്ങനെ അടിക്കുക, അടിച്ചിട്ട് മറിക്കുക. അപ്പോൾ ഇതുപോലെ വരും. അപ്പോൾ ആ കയറിൻ്റെ തലഭാഗം ആ 2 പീസിൻ്റെ ഉള്ളിലേക്ക് കയറി പോകും, അത് പുറത്തേക്ക് കാണൂല. എന്നിട്ട് അതിനെ മേലെ കൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലത്തെ പീസും ആ നെറ്റ് പീസും കൂട്ടിക്കാണ്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ അത് സ്റ്റിച്ച് ചെയ്തു. ഇനി രണ്ടാമത്തെ പീസ് എടുക്കുകയാണ്. അതിന് നമ്മൾ സെൻറ്റർ കഴിഞ്ഞിട്ടുള്ള 2.25 ഇഞ്ചില്ലേ, ആ 2.25 ഇഞ്ചിൽ കയർ അതുപോലെ വെച്ചിട്ട് ഈ നെറ്റ് പീസ് ഉണ്ടല്ലോ ഇതിൻ്റെ നല്ല ഭാഗം ഉള്ളിലേക്കാക്കിയിട്ടാണ് വെക്കേണ്ടത്. ഇതിന് നല്ല ഭാഗം ചീത്ത ഭാഗമുണ്ട്, ആ നല്ല ഭാഗം ഉള്ളിലാക്കിയിട്ടാണ് വെക്കുന്നത്. അതായത് അടിച്ച് മറിച്ചാൽ അത് പുറത്തേക്ക് വരണം, ആ രൂപത്തിൽ വെക്കണം. ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഇതേപോലെ അടിക്കുക കേട്ടോ. ഇതേപോലെ. അപ്പോൾ മറിക്കുമ്പോൾ ഇതേപോലെ വരും. എന്നിട്ട് അതിന് ഇതേപോലെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യുക. അതിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്യാണ്. കറക്റ്റായിട്ട് ഫുള്ളായിട്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് ഈ 2 പീസും ഇതേപോലെ കറക്റ്റായിട്ട് വെക്കുക. ആ 2 കയറും ഉണ്ടല്ലോ വരുന്നത്, ആ 2 കയറും കറക്റ്റായിട്ട് വെക്കണം. ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് സൈഡ് അടിക്കുകയാണ്. നമ്മൾ സൈഡ് 1 ഇഞ്ച് തുമ്പിട്ടിരുന്നു, ആ 1 ഇഞ്ച് വീതിയിൽ സൈഡ് 2ഉം അടിക്കുക കേട്ടോ. ക്ലിയർ ആക്കുകയാണെങ്കിലൊക്കെ ക്ലിയർ ആക്കി കൊടുക്കുക, നൂലൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. അതേപോലെ തന്നെ 2 കയറും ഷോൾഡറിൻ്റെ 2 കയറും ഒരേ ഒപ്പം വരണം. എന്നിട്ട് രണ്ടാമത്തെ സൈഡും ആ 1 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വരും. എന്നിട്ട് ഇതിൻ്റെ അടിയത്തെ പീസ് ഇതിന്മേൽ ഫിറ്റ് ചെയ്താൽ മതി, ഇത്രേ ഉള്ളൂ. ഈ അടിയത്തെ പീസ് 2 ഉണ്ട് അടിയിൽ, ബാക്കിക്കൊന്നും ഫ്രണ്ടിക്കൊന്നും. ഇതിൻ്റെ നീളം 20 ഇഞ്ചാണ്. അപ്പോൾ ഇത് ഈ 8 ഇഞ്ചിന് പ്ലീറ്റ് ഇടണം, ചുരുക്കണം. ഒരു പീസ് ഫ്രണ്ടിലും വരും, ഒരു പീസ് ബാക്കിലും വരും. ഇത് 8 ഇഞ്ചാണ്. ഓക്കെ, ആ 8 ഇഞ്ചിക്ക് ഈ 20 ഇഞ്ച് ചെറുതാക്കി കൊടുക്കണം. പ്ലീറ്റ് ഇട്ടിക്കാണ്ട് ചെറിയ പ്ലീറ്റ് ഇട്ടിക്കാണ്ട് ചെറുതാക്കുക ആ 8 ഇഞ്ചിക്ക്. അത് 2 പീസ് ഉണ്ട്, ഒന്ന് ബാക്കിലും വരും, ഒന്ന് ഫ്രണ്ടിലും വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റായിട്ട് ചെയ്യണമെന്ന് എന്താ വെച്ചാൽ ഈ 2 പീസും ഇതിൻ്റെ സൈഡ് ജോയിൻ്റ് ചെയ്യാണ്. ഒരുമിച്ചാണ് പ്ലീറ്റ് ഇടുന്നത്. അങ്ങനെ 2 പീസും ചേർത്ത് വെച്ചുകൊണ്ട് ഒപ്പം വെച്ചുകൊണ്ട് ഇതുപോലെ ജോയിൻ്റ് ചെയ്യുക. ഒരേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുക. ഇനി കരഭാഗം ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് വെക്കുക, ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ടിത് നീർത്തി വെക്കുകയാണ്. എന്നിട്ടിത് നീർത്തി വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഭാഗം മടിക്കടിക്കുകയാണ്. ഏറ്റവും അടിഭാഗത്ത് വരുന്ന ബോട്ടനാണത്, മടിക്കടിക്കുക. എന്നിട്ട് മറ്റേ സൈഡിൽ നമ്മൾ പ്ലീറ്റ് ഇടുകയാണ് കേട്ടോ. ഇതേപോലെ 1/4 ഇഞ്ചിൽ ചെറിയ പ്ലീറ്റ് ഇടുക. ഓക്കെ, അങ്ങനെ ഫുള്ളായിട്ട് പ്ലീറ്റ് ഇടുക. ഫസ്റ്റത്തെ ആ പീസ് കഴിയുമ്പോൾ 8 ഇഞ്ച് വരണം. ഫസ്റ്റ് ആ ജോയിൻറ്റ് വരുമ്പോൾ 8 ഇഞ്ചിൽ വരണം. കാരണം നമ്മളെ യോക്കിൻ്റെ വീതി 8 ഇഞ്ചാണ്, ആ ലൂസ് 8 ഇഞ്ചാണ്. അപ്പോൾ അതിലേക്ക് കണക്കാകാൻ 8 ഇഞ്ച് വരണം. അങ്ങനെ ഫുള്ള് പ്ലീറ്റ് എടുത്തു. ഫുള്ള് പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞാൽ 16 ഇഞ്ച് വരും. ഓക്കെ, അപ്പോൾ 16 ഇഞ്ച് ലെങ്ത്ത് ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇതിങ്ങനെ കൂട്ടിക്കാണ്ട് സൈഡ് ജോയിൻ്റ് ചെയ്യുക. അതിന് മുമ്പൊന്ന് വെച്ച് നോക്കുക അത് കറക്റ്റാണോ, ഇത് ഇതിനുള്ളിൽ കറക്റ്റ് ആവണം കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ സൈഡ് അടിക്കുകയാണ്. അങ്ങനെ സൈഡ് 1 ഇഞ്ച് വീതിയിൽ അടിക്കാനുള്ള തുമ്പുണ്ട്. അങ്ങനെ ആ 1 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തു കേട്ടോ. ഇനി ഇതിൻ്റെ യോക്ക് മുക്കിന് ഫിറ്റ് ചെയ്യാണ്. ഓക്കെ, ഇത് ഈ പാവട പീസില്ലേ, ഇത് ഈ മുകളിൽ കിടക്കേണ്ടത് ഉൾഭാഗമാണ്. ഇത് ഉള്ളിലേക്ക് വരുന്ന ഭാഗമാണ്.
ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ കിടക്കേണ്ടതാണ് പുറത്തേക്ക് വരുന്ന നല്ല ഭാഗം. ആ നല്ല ഭാഗം ഈ യോക്കും ഇതുപോലെ ചേർത്ത് വെക്കുക. അതായത് യോക്കിൻ്റെ നല്ല വശം ആ പാവാട പീസിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചുകൊണ്ട് റൗണ്ടിലും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ ഈ ചെയ്യണ അതേപോലെ. അപ്പോൾ ഇത് ആ പാവാട പീസിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് റൗണ്ടിലും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. 2 പീസിന് നല്ല ഭാഗം ചേർന്ന് വരണം. എന്നിട്ട് റൗണ്ടിൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കറക്റ്റായിട്ട് തന്നെ ഒരേ വീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുക. ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഇതുപോലെ വരും. നോക്കാം, കറക്റ്റായിട്ട് റൗണ്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്തു. അതിൻ്റെ ഉള്ളിൽ യോക്ക്. അപ്പോൾ ഇതുപോലെ വരും. എന്നിട്ട് ഇതിന് മറിക്കുക. ഇതാ മറിച്ചു. നല്ല ഫിനിഷിങ് നടക്കണം. ഇതിൻ്റെ അടിഭാഗത്ത് ആ ബോട്ടത്തുമേ ഒരു പ്ലീറ്റ് വരുന്നുണ്ട്. അത് 1 ഇഞ്ച് വീതിയിൽ നെറ്റ് പീസാണ്. ഇത് ആദ്യം പ്ലീറ്റ് ഇടുകയാണ്. സെൻറ്ററിൽ കൂടി അടിച്ചുകൊണ്ട് പ്ലീറ്റ് ഇടുക കേട്ടോ. ചെറിയ ചെറിയ പ്ലീറ്റ് ഇടുക. നമ്മളുള്ള തുണിക്കനുസരിച്ചുള്ള പ്ലീറ്റ് ഇടുക. ഈ പ്ലീറ്റ് ഫ്രണ്ടിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഫ്രണ്ടിൽ ബോട്ടത്തുമ്പോൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ബാക്കിക്കില്ല കേട്ടോ. ബാക്കിൽ യോക്കിൻ്റെ അവിടെ ഒരു ബോ കൊടുക്കുന്നുണ്ട്. ആ ബോ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന്, അതിന് കട്ട് ചെയ്യാമെന്നതിൻ്റെ വീഡിയോ അതിൽ കൊടുത്തിട്ടില്ല. കാരണം ബോ മാത്രം നമ്മൾ ചെയ്തൊരു വീഡിയോ ഇതിന് മുമ്പേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ ലിങ്ക് എടുത്തുകൊണ്ട് ആ ബോ എങ്ങനെ കട്ട് ചെയ്ത് കണ്ട് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കുക. എന്നിട്ട് ഈ പ്ലീറ്റ് എന്താ ചെയ്യുക, ഈ ഫ്രോക്കിൻ്റെ അടിഭാഗത്ത് ഫ്രണ്ടിൽ വെച്ച് അടിക്കുകയാണ്. ഇപ്പോൾ ഇതിന് ഫ്രണ്ടും ബാക്കും ഇല്ല. ഇത് വെച്ച് കഴിഞ്ഞാൽ വെച്ചത് ഫ്രണ്ടായി. ബാക്കിയൊക്കെ രണ്ടും കട്ടിങ് സെയിം ആണ്. ഓക്കെ, ഞാൻ അത് വെച്ച് ഫുള്ളായിട്ട് വെച്ച് അടിച്ചിട്ടോ. ഫ്രണ്ടിൽ കറക്റ്റായിട്ട് വെച്ചടിക്കുക. കുറച്ച് ഫ്രണ്ടിക്ക് അടിഭാഗത്തേക്ക് ഇറക്കി വെച്ചിട്ട് അടിക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. നമ്മൾ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.